ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാളിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാട്ടോ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവാതിരുന്നേ. കുറച്ച് തിരക്കിലായിപ്പോയി. അറിയാലോ, പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാട്ടോ. ഇത് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ നെക്കിൽ, കുർത്തീസിൻ്റെ ഒക്കെ നെക്കിൽ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഒരു പ്ലെയിൻ ടോപ്പാണ്. അപ്പോൾ അതിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പീച്ച് കളർ ത്രെഡ്, ലൈറ്റ് പീച്ചാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഫുള്ള് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത്തിലെടുത്തതാണ് കേട്ടോ ഞാൻ. ഒരു ഭാഗം മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം ഫ്രെയിമിലിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ നെക്ക് ലൈനിലൂടെ തന്നെ ചെയ്ത് തുടങ്ങാം കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ലൈനോ കാര്യങ്ങളോ ഞാനൊന്നും വരച്ചിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി അതിൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമുണ്ട്, 2 ലൈന് പോലെ ഉണ്ട്. അപ്പം ഏകദേശം ആ ഒരു രീതിയിൽ ആ ഒരു അളവ്, ആ ഒരു ലെങ്ത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് കാണാം. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഫെദർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഫെദർ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഫെദർ സ്റ്റിച്ചാണ്. കൂടുതലും നമുക്ക് ഒരുപാട് സ്റ്റിച്ചോ കാര്യങ്ങളോ വരുന്ന സ്റ്റിച്ചല്ല കേട്ടോ. നോർമൽ ഫെദർ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ലൈൻ ആഡ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ക്ലാസ്സിലൊക്കെ ഞാൻ ലൈൻസ് ഇട്ടിട്ടാണ് ഫെദർ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിൽ ലൈന് മാർക്ക് ചെയ്യാത്തത്. ഇപ്പം നമുക്ക് ലൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് വരച്ച് ചേർത്തിട്ടൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഓൾറെഡി 2 സ്റ്റിച്ച് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതും ഇതുപോലെ വരച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫെദർ സ്റ്റിച്ചിൻ്റെ മാത്രം വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് നോക്കാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അങ്ങനെ നമ്മളിത് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം മുഴുവനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡാണ്. സിൽക്ക് ത്രെഡിൻ്റെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് 8 ആയിട്ടാണ് ഞാൻ ആ ത്രെഡ് എടുത്തിട്ടുള്ളത് കേട്ടോ. 8 ലെയർ ഉണ്ടായിരിക്കും. കുറച്ച് വലിയ സൂചിയിലാണ് ഞാനത് കോർത്തെടുത്തിട്ടുള്ളത്. നമ്മളൊരു ഫ്രഞ്ച് നോട്ട് പോലെ ചെയ്യാം കേട്ടോ. ഓരോരോ ലീഫ് ഫെദർ സ്റ്റിച്ചിൻ്റെയും ഒരു ലീഫ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൽ ഞാൻ ഓരോരോ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു പൂവ് പോലെ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിൽ നമ്മളതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് സൂചി കുത്തി എടുക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആ ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം കെട്ട് വീഴാതെ നമുക്കിതുപോലെ ചുറ്റിയെടുത്തിട്ട് കുത്തി ഇറക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ സൂചി തുണിയുടെ മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് സൂചിയിൽ ത്രെഡ് ചുറ്റുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ആ നൂലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നൂല് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ അതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണ്. 2 സൈഡിൽ ഇതിപ്പോൾ ഞാനൊരു സൈഡിൽ മാത്രമാണ് കാണിക്കുന്നത്. അതേപോലെ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും നമ്മളിതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും നമ്മൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കാണുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഗ്യാപ്പിലും ഓരോ ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏകദേശം കളർ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓറഞ്ച് കളർ ഷുഗർ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ നോർമൽ ത്രെഡാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ബീഡ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും കൂടുതലും നമുക്ക് സിമ്പിളായിട്ടുള്ള വർക്കാണല്ലോ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ലൈൻ മുഴുവനും ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നെക്കിൽ മാത്രമുള്ളതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കയ്യിൽ പ്ലെയിൻ കുർത്തീസോ ടോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്